അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് നീന്താൻ പോവാം. സ്വിമ്മിങ് ഇൻ ദ മാൽദീവ്സ്. ഓക്കെ, അപ്പം ബാ. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ മാൽദീവ്സ് നമ്മുടെ ഈ ഐലൻഡിലെത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഓഫ് ഡേ ആണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ ഇവിടെ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങനെ വേണ്ട നേരെ ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നേരെ ബീച്ചിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു. ഇതാണ് ഇവിടുത്തെ ബീച്ച് സെക്ഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന ബീച്ച് സെക്ഷനാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല വെള്ള മണ്ണാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലുള്ളതല്ല. നമ്മുടെ നാട്ടിൽ എന്താ മണൽ ആരല്ലേ, ഇവിടെ വെച്ചാൽ വെള്ളയാണ്, തനി വെള്ള മണലാണ്. അതായത് ഈ ബീച്ചിൻ്റെ ഒരു കളർ അത് പ്രത്യേകം എടുത്ത് പറയണം. നീല കളർ ഉണ്ടല്ലോ, നമ്മളിലെ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന, അല്ലെങ്കിൽ പിക്ചറിനകത്തൊക്കെ, അല്ലെങ്കിൽ ഡിസ്കവറി ചാനലിനകത്തൊക്കെ കാണുന്ന ആ ഒരു ഫീലാണ്. ഒരു സന്ധ്യ സമയമൊക്കെ ആയതുകൊണ്ട് കണ്ട പ്രത്യേക ഒരു വൈബാണ്. അതുകൊണ്ട് ഈ ബോട്ട് ഇപ്പം വൈകുന്നേരം 4 മണി 5 മണി ആയി. അപ്പം പിന്നെ വൈകുന്നേരത്തെ ഈവനിങ് ഫ്ലൈറ്റ് വന്ന് കാണും. അവിടുന്ന് ഗസ്റ്റിനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ ബോട്ട്. അന്ന് നമ്മൾ ഈ ബോട്ടിനകത്താണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ സ്പീഡാണ്. എൻ്റെ അമ്മോ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു അത്. അടിപൊളിയായിരുന്നു. ഓക്കെ, അങ്ങനെ താണ്ടെ ഈ പോകുന്നതെല്ലാം ഇവിടുത്തെ സ്കൂബ ഡൈവേഴ്സാണ്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചിരിക്കത്തില്ലോ, എടുത്തങ്ങ് ചാടി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അടിപൊളിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീല്. എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ഫീൽ ചെയ്യത്തുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയാണ്. അങ്ങനെ വേണ്ട നമ്മൾ ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് സന്ധ്യാസമയത്തെ ആ ഒരു സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് അതിനകത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പെതുക്കെ ഇനിയും കരയിലേക്ക്. കാരണം നമുക്ക് ഒരു 5 മണി ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം. അതുകൊണ്ട് ഈ ഒരു സാധനത്തിൽ നിങ്ങൾ കണ്ടുണ്ടോ, ഈ എഴഞ്ഞു പോകുന്നത് എന്തുവെന്നറിയാവോ? ശംഖാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശംഖില്ലേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ശംഖ് ഞാൻ ജീവനോടെ കാണുന്നത്. അതുകൊണ്ട് ഈ ശംഖിനകത്തുനിന്ന് വരുന്ന ഈ ഒരു ഇത് കണ്ടത് ഈ പണ്ട് ഡിസ്കവറി ചാനലിനകത്ത് കണ്ട് എപ്പോഴോ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. എന്തായാലും നമുക്കിതിനെ താഴെ വിട്ടേക്കാം, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ കൂടുതൽ വീഡിയോകൾ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.